രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനം തന്നെയാണ്. അതിന് എന്തുതന്നെ സംഭവിച്ചാലും അതിലൊരു മാറ്റമില്ല. അതിന് ഉദാഹരണമാണ് ഈ വീഡിയോ. ഇതൊന്ന് കണ്ടു നോക്കി. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഒരു പോപ്പ് വരാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. കടപ്പുറത്ത് പോപ്പ് വരുന്നു. അവര് പോപ്പ് വരുന്ന സ്ഥലത്ത് പോപ്പ് വേദി പണിയാൻ നിശ്ചയിച്ചത് ശംഖുമുഖത്ത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് റെഗുലറായിട്ട് ആറാട്ട് ഉത്സവം, അവിടെ പോയിട്ട് ആറാട്ടിന് വരിക. ആ ആറാട്ട് നടക്കുന്ന സ്ഥലത്താണ് ഇവര് വേദി വയ്ക്കാൻ തീരുമാനിച്ചത്. എന്ന് മാത്രമല്ല, പോപ്പ് വന്നു കഴിഞ്ഞാൽ പോപ്പ് വന്നതിന്റെ സ്മാരകമായിട്ട് പെർമനന്റ് ആയിട്ട് ആ വേദി നിർത്തണം എന്നുള്ളൊരു പരിപാടി. അവരത് തിരുവനന്തപുരത്ത്, കോട്ടയത്തെ, തൃശ്ശൂർ 3 സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം മഹാരാജാവ് അവിടുത്തെ ബിഷപ്പിനോട് പറഞ്ഞു, അവിടെ ശംഖുമുഖത്ത് നമ്മുടെ പത്മനാഭസ്വാമി ആറാട്ട് സ്ഥലമാണ്, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവർ വളരെ ഞങ്ങൾ വരെ നിശ്ചയിച്ചു കഴിഞ്ഞു, ഇന്ന സ്ഥലത്ത് നിശ്ചയിച്ചാൽ അവിടെ ഞങ്ങൾ മാറ്റില്ല, പിന്നെ അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആ സമയത്താണ് പോപ്പ് വേദിക്കെതിരായിട്ട് ഗംഭീരമായിട്ടുള്ള പ്രക്ഷോഭം നടത്തി. തിരുവനന്തപുരത്ത് വെച്ച് അതിഗംഭീരമായിട്ടുള്ള സമ്മേളനത്തിൽ സത്യാനന്ദ സ്വാമിജി പറഞ്ഞു, സത്യാനന്ദ സരസ്വതി, ഇതാണ് നിങ്ങളുടെ നിലപാടെന്നുണ്ടെങ്കിൽ നമ്മൾ സമുദായ മൈത്രി വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് നടക്കുന്ന ആറാട്ട് നടക്കുന്ന ആ കടവിൽ തന്നെ നിങ്ങൾ വേദി നിർമ്മിക്കും, അത് പെർമനന്റ് ആക്കും, വേണമെങ്കിൽ നിങ്ങളുടെ ആറാട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കോളൂ എന്ന് പറയുന്ന ഒരു നിലപാട് ഒരു സമുദായ സൗഹാർദ്ദം സൃഷ്ടിക്കുന്നതല്ല. അതാണെന്നുണ്ടെങ്കിൽ ഹിന്ദു സമുദായം ഉറപ്പിച്ച് പറയുന്നു, പോപ്പ് അവിടെ കാല് കുത്തില്ല എന്ന് പ്രഖ്യാപിക്കും. ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും അന്തരീക്ഷവും കേരളത്തിന്റെ അന്നത്തെ ഹൈന്ദവ അന്തരീക്ഷം അതിന്റെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ബിഷപ്പ് വന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒത്തുതീർപ്പാക്കാം, ഞങ്ങൾ വേറെ മാറ്റിക്കൊള്ളാം എന്ന് മാത്രമല്ല, ആ ഒരു പോപ്പിന്റെ വേദി പണിത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ അവിടെ വയ്ക്കാന്നുള്ളതിന് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, പോപ്പ് വന്നു, അനുമതി അവിടെ വേദിയാക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ വേദി പണിതാൽ തന്നെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ മാറ്റിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു. അവസാനം ആശ്രമത്തിൽ വെച്ചിട്ട് ഈ ബിഷപ്പ്മാരും അതിൽ സംഘത്തിൻ്റെയും ചില മുതിർന്ന കാര്യകർത്താക്കന്മാർക്കുണ്ടായിരുന്നു. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾ വേദി സ്ഥലം മാറ്റാം, എന്ന് മാത്രമല്ല ആ വേദി പെർമനൻ്റായിട്ട് വെക്കുന്നതിന് പകരം ഞങ്ങളിത് പൊളിച്ചുകൊണ്ട് പോകാം എന്നുള്ള കരാറിലായി. ആകെ നമ്മുടെ സംഘത്തിൻ്റെ ഒരു മുതിർന്ന അധികാരി, ഞാൻ ഇപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഈ വേദി നമുക്ക് സൗഹാർദ്ദം ഇപ്പോൾ മാത്രമല്ല കാലങ്ങൾ കഴിഞ്ഞാലും നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ മുകളിൽ നിന്നൊക്കെ പൊളിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ തൂണുകൾ അവിടെ ഉണ്ടെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ആരെങ്കിലും കുടിച്ചു പോയിട്ട് ഇത് പോപ്പി വന്ന തുണിയാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ അടുത്ത തലമുറ വഴക്കടിക്കാൻ സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ താഴത്തുള്ള തൂണിൻ്റെ ആ ഇത് അടക്കം പൊളിച്ചുകൊണ്ട് പോകണം, ആ കണ്ടീഷനിൽ കൊണ്ട് മാറ്റി. അത് നമ്മുടെ ഹിന്ദു സമുദായത്തിൻ്റെ ശക്തമായ നിലപാടിൻ്റെ ഒരു വിജയം.